ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ബീഫ് റോസ്റ്റാണ്. ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഇതിനു വേണ്ടി ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. 1/2 കിലോ ബീഫാണ്. അതിനാവശ്യമായിട്ടുള്ള ബീഫ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ മുഴുവനായിട്ട് എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ആവശ്യത്തിനുള്ള ബീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണേ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. 1.5 സ്പൂണ് മുളക് പൊടി ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 സ്പൂണോളം വെളുത്തുള്ളി ചതച്ചതാണ്, അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പാണ്, കല്ലുപ്പാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. കുരുമുളക് ചേർത്ത് കൊടുക്കാം. 1.5 സ്പൂണോളം കുരുമുളകും ചേർക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് ചേർത്താൽ മതി കേട്ടോ. 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയ ജീരകമാണ് ചേർക്കുന്നത്. അത് ഞാനിവിടെ ചതച്ചെടുത്തതാണ് കേട്ടോ, പൊടിയായിട്ടല്ല. അപ്പോൾ അതും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില തണ്ടോട് കൂടിയും ചേർക്കാം. ഞാനിപ്പോൾ ഇലയായിട്ട് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇത് കുറച്ച് ബീഫേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്, അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. കൂടുതലുണ്ടെങ്കിൽ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ വേവിച്ചെടുക്കാം. ഇനി 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ടെടുക്കാം. ബീഫിൻ്റെ വേവിനനുസരിച്ച് നമുക്ക് വിസിലടുപ്പിച്ചെടുക്കണം. ഞാനൊരു 6 വിസിലാണ് അടിച്ചെടുക്കുന്നത്. പിന്നെ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ചു വെക്കാം. ഇനി ഞാൻ ഒരു 6 വിസിൽ അടുപ്പിച്ചെടുക്കുകയാണ്. നമ്മൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളും കൂടെ തയ്യാറാക്കിയെടുക്കണം. അതിന് ചെറിയുള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, സവാള എടുത്തിട്ടില്ല കേട്ടോ. ചെറിയുള്ളിയും 1 പച്ചമുളകും 1 തക്കാളിയും കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ 6ാമത്തെ വിസിലും ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ 6ാമത്തെ വിസിലും വന്ന് ഇനി നമ്മളിത് മാറ്റി വെക്കുകയാണ്. ഈ അടുപ്പിലേക്ക് തന്നെ നമ്മൾ ഒരു കടായി വെച്ച് കൊടുക്കുന്നുണ്ട്. പാത്രം നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ചൂടായതിന് ശേഷം നമുക്ക് ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി എത്ര കൂടുതൽ എടുക്കാൻ പറ്റുമോ അത്രയും കൂടുതൽ എടുക്കാം കേട്ടോ. ചെറിയുള്ളി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അധികം ഗോൾഡൻ കളറാവുന്നവരെ വെയിറ്റ് ചെയ്യണ്ട. നമുക്കിനി തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളിയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ഇട്ട് നന്നായിട്ട് ഒന്നും കൂടെ വഴറ്റി കൊടുക്കാം. ബീഫിൽ ഉപ്പ് ചേർത്തത് കൊണ്ട് നമുക്ക് ഇതിൽ ഉപ്പ് ചേർക്കണമെന്നില്ല കേട്ടോ. കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നില്ല കേട്ടോ. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇന്നും കൂടെ മിക്സ് ചെയ്യുന്നുണ്ട്.
നമ്മളെ ബീഫ് ഒന്ന് തുറന്ന് നോക്കുകയാണേ. അപ്പോൾ ഇതാ കുക്കർ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ആ ബീഫും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വെളിച്ചം കുറവായതുകൊണ്ട് നന്നായിട്ട് കാണുന്നില്ല അല്ലേ. ഇപ്പോൾ ബീഫ് ഇട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇതിലുള്ള വെള്ളം നന്നായി വറ്റി വരുന്നവരെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. കുറച്ച് ഗ്രേവി ആവശ്യമായിട്ടുള്ളവർക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല ചൂടുള്ള വെള്ളം വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഡ്രൈ ആക്കി എടുക്കുകയാണ്. കുറച്ച് സമയം നന്നായിട്ട് ഇളക്കി കൊടുക്കണം, എന്നാലേ നമ്മൾ വിചാരിച്ച പോലെ കിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് കുറച്ച് നേരം നന്നായിട്ട് ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇത് പത്തിരിയുടെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ നന്നായി നല്ല കോമ്പിനേഷനാണ് കേട്ടോ. നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില ഇട്ടിട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുക്കുന്നുണ്ട്. കുറച്ചധികം സമയം ഞാൻ ഇളക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട് കേട്ടോ, നന്നായി ഡ്രൈ ആയി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏകദേശം വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ചൂടാറിയതിന് ശേഷം ഞാൻ ഇതാ ഒരു പാത്രത്തിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ നന്നായി ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. പലരും പല മോഡലായിരിക്കും നമ്മൾ ബീഫൊക്കെ തയ്യാറാക്കുന്നത്. ഒരു തവണ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.